അനിൽ രവിപൂടി കഴിഞ്ഞ വർഷം ഇതേ സമയം സംക്രാന്തിക്ക് വസ്തുന എന്ന സിനിമ സംക്രാന്തി ഫെസ്റ്റിവലിന് ഇറക്കി വിട്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച പോലെ തന്നെ ഈ വർഷവും ഒരു പാടം ഇറക്കി വിട്ടിട്ടുണ്ട്. അതും ചിരഞ്ജീവിനെ വെച്ചിട്ട് മനശങ്കര വര പ്രസാദുകാരും സൈലന്റായിട്ട് വന്ന് തൂക്കുന്നതന്നെ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംക്രാന്തിക്ക് വസ്തുവിനും 2 ഇറങ്ങുന്ന കാര്യം അറിയാം, അടുത്ത സംക്രാന്തിക്ക് ഫെസ്റ്റിവലിന്. പക്ഷേ ഈ സിനിമ ഇറങ്ങുന്ന കാര്യം 2 ദിവസം മുന്നേ ഇറച്ചത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഈ പടം കിടിലായിരിക്കും. അത് സംക്രാന്തിക്ക് വസ്തുവിനും കണ്ടവർക്ക് അറിയാം. അതേ വൈബ്, അതേ റേഞ്ചുള്ള ഒരു ഫൺ ഫിൽഡ് ഫാമിലി എന്റർടൈനർ പ്രതീക്ഷിച്ച് ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ കയറി. അത് ഒരു കുറവില്ലാണ്ട് തന്നെ ഈ സിനിമ എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. നല്ല രസമായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കാൻ തന്നെ. ഒരു ഫൺ ഫിൽഡ് ഫാമിലി എന്റർടൈനർ. ലോജിക്കും ചിന്തിക്കേണ്ട, ഒരു ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ കയറി ചിരിക്കുക, രസിക്കുക, ഇറങ്ങുക. അതാണ് 2.5 മണിക്കൂർ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. അതും ചിരഞ്ജീവിനെ വെച്ച് ഞാൻ ചിരഞ്ജീവിയുടെ എല്ലാ സിനിമകളും അടുത്ത് കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദർ, ബോല ശങ്കർ, വാൾട്ടർ വീരയ്യ. എനിക്ക് തോന്നുന്നു അവസാനം ചിരഞ്ജീവിയുടെ ഒരു നല്ല സിനിമ കണ്ടത് മറ്റേ സൈറ നരസിംഹ റെഡ്ഡി ആയിരുന്നു. എല്ലാ അപ്പൊ ബോംബ് പടങ്ങളും തല വെച്ചിട്ടുണ്ട്. അവസാനം ഇങ്ങനത്തെ ഒരു ഫൺ ഫിൽഡ് ഫാമിലി എന്റർടൈനറിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ഞെട്ടി. എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്തത്. അത് മാത്രമല്ല, എന്ത് ഭംഗിയായിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശങ്കർ പ്രസാദ് എന്ന ക്യാരക്ടർ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നിയത് ചിരഞ്ജീവി ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. കോമിക് ടൈമിംഗ് ആണെങ്കിലും ഇമോഷണൽ സംഭവങ്ങളാണെങ്കിലും ഓരോ എക്സ്പ്രഷൻസ് ആണെങ്കിലും എല്ലാം നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു ചൈൽഡിഷ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര നന്നായിരുന്നു. അതേപോലെ അനിൽ രവിപൂടിക്കാണ് ഏറ്റവും വലിയ കൈയടി കൊടുക്കേണ്ടത്. അതും ഇത്രയും വലിയൊരു സ്റ്റാറിനെ ഡേറ്റ് കിട്ടിയിട്ട് അത് ഒട്ടും പാഴാക്കിയില്ല, വേസ്റ്റ് ആക്കിയില്ല. വളരെ ആക്ടറിനെയും സ്റ്റാറിനെയും വളരെ ഭംഗിയോടെ തന്നെയാണ് അനിൽ രവിപൂടി യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ സിനിമയുടെ കഥ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ വിശ്വാസം ഇല്ലേ, അജിത്തിന്റെ വിശ്വാസം, അതും ഒരു ഫാമിലി ഇമോഷണൽ ആക്ഷൻ പടമായിരുന്നു. അതിന്റെ ഒരു കംപ്ലീറ്റ് ഉൾട്ട വെർഷൻ, അതിന്റെ ഒരു ഉൾട്ട കോമഡി ഫാമിലി എന്റർടൈനർ വെർഷനാണ് ഈ ഒരു സിനിമ. അപ്പൊ നയൻതാരയുടെ റോളും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു റോളില് നയൻതാര ഭയങ്കര ആപ്റ്റ് ആയിരുന്നു. ഓരോരോ ഡ്രസ്സിലും നമുക്ക് ആ ഒരു റോയൽറ്റി നമുക്ക് ഫീൽ ചെയ്യും. നയൻതാര നല്ല ഭംഗിയായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ. അതേപോലെ ചിരഞ്ജീവി നയൻതാര ഭയങ്കര രസമായിരുന്നു. അവർ തമ്മിൽ ആ ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ 2 പാട്ടുകളുണ്ട്. അവരുടെ സ്റ്റോറി പറയുന്ന 2 പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ പോലും അവര് ആ ഒരു വിഷ്വലും അവരുടെ ഡാൻസും നല്ല ഫണ്ണായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് തന്നെ തോന്നി. അതല്ലാണ്ട് ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസ് പോർഷൻസിലൊക്കെ ഒരു ക്യൂട്ട് സംഭവമുണ്ട് ഫസ്റ്റ് ഹാഫിൽ, ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. പിന്നെ ഇതിനകത്ത് നമ്മുടെ മാസ്റ്റർ രേവന്ത് ഉണ്ട്. അത് സംക്രാന്തിക വസ്തുവിനെ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. ആ ഒരു പയ്യന്റെ റേഞ്ച്, ആ ഒരു പയ്യന്റെ ടാലന്റ്, അവൻ ഒരു രക്ഷയില്ല. ഇതിനകത്തൊരു 15 മിനിറ്റ് കണ്ടുള്ളൂ. ആ ഉള്ള കംപ്ലീറ്റ് സീന് തൂക്കിയെടുത്തിട്ടുണ്ട്. അത് സംക്രാന്തി വസ്തുവിനും കാണണം കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ ZEE5 അവൈലബിൾ ആണ്. അത് തെലുങ്കിൽ തന്നെ കാണണം. അന്നേരം നമുക്ക് ആ ഒരു പടം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അനിൽ രവിപൂടിയുടെ സിനിമകൾ കണ്ടുകൊണ്ടെങ്കിൽ മനസ്സിലാവും. അതേപോലെ ഇതിനകത്ത് പിന്നെ കാതറിൻ ട്രീസ ഉണ്ട്, പിന്നെ ഹർഷവർദ്ധൻ, അഭിനവ് ഗോമാതം, VTV ഗണേഷ്, സച്ചിൻ കേദാക്കർ, ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോമഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെങ്കടേഷ് ഉണ്ട്, അനിൽ രവിപൂടിയുടെ മെയിൻ ആളാണ്. എത്ര സിനിമയിൽ ഒരു കൊളാബ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ക്യാമിയോ വെർഷനാണ്. ഇതിനകത്ത് ഒരു 10-15 മിനിറ്റ് കണ്ടുള്ളൂ. ആ ഒരു ക്യാമിയോ അടിപൊളി. ഇവരുടെ ഡാൻസ്, ഇവരുടെ കോമഡി, ഇവരുടെ പാട്ടുകൾ എല്ലാം സൂപ്പർ ആയിരുന്നു. ആ ഒരു കോംബോ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ മ്യൂസിക്, അത് ഏകദേശം ഒരു ഫൺ ഫിൽഡ് മ്യൂസിക് ആണ്. എനിക്ക് അങ്ങനെ ഒട്ടും ഇന്ററപ്റ്റ് ചെയ്ത പോലെ തോന്നിയില്ല. ഇതിന്റെ സ്റ്റോറി ലൈൻ എല്ലാം ആ ഒരു സിനിമയൊക്കെ ചേർന്നാണെങ്കിൽ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് പോയിരിക്കുന്നത്. ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ആ ഒരു ആക്ഷൻ രംഗങ്ങളൊന്നും വലിയ രീതിയിൽ വർക്കൗട്ട് ആയില്ല. ആ ഒരു തരേണ്ട ഒരു മാസം ഒന്നില്ല. പക്ഷെ അപ്പോഴും ചിരഞ്ജീവി സ്വന്തം ഷോൾഡേഴ്സ് തന്നെ ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭയങ്കര കരിസ്മയും ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒക്കെ തന്നെയായിരുന്നു ചിരഞ്ജീവിയുടെ. അതുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്ന് കണ്ണടക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ വിഷ്വൽസ് എല്ലാം ഭയങ്കര നന്നായിരുന്നു. പിന്നെ എനിക്ക് ആകെ നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത് ഇതിന്റെ പ്രെഡിക്റ്റബിൾ സ്റ്റോറി മാത്രമാണ്. ഭയങ്കര പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. ഇതിന്റെ പ്രെഡിക്റ്റബിൾ റൈറ്റിംഗും ഇടയ്ക്ക് ഈ സിനിമയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഈ കോമഡി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കോമിക് ടൈമിങ്ങും എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ യൂഷ്വൽ പരിപാടികളും കീറി മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം ഒരു മടുപ്പ് നമുക്ക് തോന്നില്ല. 2.5 മണിക്കൂർ ഒരു നിമിഷം പോലും ബോറടിക്കാനുള്ള സമയം തരുന്നില്ല. അമ്മാതിരി രീതിയിലാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടക്ക് ടക്ക് എന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് കടന്നു പോയിരിക്കുന്നത്. സോ ലോജിക്ക് നോക്കണ്ട, വലിയ രീതിയിൽ ചിന്തിക്കാനൊന്നും പോകണ്ട.
ചുമ്മാ തിയേറ്ററിൽ പോവുക, ചിരിക്കുക, രസിക്കുക, എൻജോയ് ചെയ്യുക. അതാണ് മനശങ്കര വരപ്രസാദ് ഗാരു. ഈ സിനിമയുടെ പേര് അടക്കം മറക്കോട്ടോ. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഡിസപ്പോയിന്റ് ആവില്ലെന്ന് തന്നെ ഞാൻ വാക്ക് തരാണ്.